എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് റോസ് പ്ലാന്റുകളുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കളേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം ബഡ് റോസ് ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ പള്ളിക്കൽ നിന്നാണ് പ്ലാന്റുകൾ അയക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് ആളുടെ വീട്ടിൽ പോയിട്ട് പ്ലാന്റുകൾ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും എല്ലാം നമ്മളിതാ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പ്ലാനിൻ്റെ റേറ്റും നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റേറ്റ് വരുന്ന 3 റോസ് പ്ലാന്റ് 160 രൂപയും 4 പ്ലാന്റ് 210 രൂപയായിട്ടാണ് നമുക്ക് കോംബോ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് കേട്ടോ, ഇതുപോലെയുള്ള ബഡ് റോസ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു കിട്ടില്ല, അത് പോകുന്നു, അത് മുളച്ചു വരുന്നില്ല എന്നൊക്കെയുള്ളത് ഒരുപാട് പേരുടെ പ്രശ്നമാണ്. അപ്പം ഞാനും ഈ തൻസയുടെ നിന്ന് പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ പ്ലാന്റ് ഒരു കുഴപ്പമില്ല, അതൊക്കെ കഴിഞ്ഞ് ഒരു സെക്ഷൻ പൂവായിട്ട് ഇപ്പോൾ അടുത്ത ട്രിപ്പ് എൻ്റെ ഇതിൽ മൊട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ എൻ്റെ പ്ലാന്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തത്, നമ്മുടെ പ്ലാന്റ് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് പൊട്ടിച്ച് കുറച്ച് സ്യൂഡോമോണസ് ആണ് എൻ്റെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാഫ ഉള്ളെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 3/4 സ്പൂണൊക്കെ എടുത്ത് കലക്കിയിട്ട് നമ്മൾ ഈ പ്ലാന്റ് കുറച്ച് മണ്ണ് കൂടെ പൊതിഞ്ഞിട്ടാണ് നമ്മുടെ പ്ലാന്റ് കിട്ടുന്നത്. അപ്പോൾ 2 ദിവസം എടുത്തോട്ടോ എൻ്റെ കയ്യിൽ പ്ലാന്റ് കിട്ടാൻ വേണ്ടി. കാരണം എൻ്റെ സ്ഥലം ഇടുക്കിയാണ്, ആളുടെ സ്ഥലം കൊല്ലം ആയതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ വരെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ പ്ലാന്റ് ആ വെള്ളത്തിലേക്ക് മുക്കി വെച്ചു. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലാന്റ് കിട്ടുമ്പോൾ ഓൾറെഡി അതിന് പൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് വിട്ടു. ഇത്തിരി താത്തി തന്നെ കട്ട് ചെയ്തു, ജസ്റ്റ് പൂവിൻ്റെ ഭാഗമല്ല, ഒരു 2-3 ഇല താഴ്ത്തി നമ്മൾ എല്ലാം ഒന്നിനും കട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ എൻ്റെ കയ്യിൽ പ്ലാന്റ് കിട്ടിയപ്പോൾ അതിനങ്ങനെ വാട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 1/2 മണിക്കൂർ ആ പ്ലാന്റ് അതിൽ വെച്ചുള്ളൂ. എന്നിട്ട് ആ പ്ലാന്റിലുണ്ടായിരുന്ന മണ്ണ് കളയാൻ പറ്റുന്ന അത്രയും കളഞ്ഞു. ഞാൻ ആ മണ്ണ് ഫുള്ള് കളഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഫുള്ള് കളയണം എന്നില്ല, കാരണം ഫുള്ള് നിങ്ങൾ കളഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ വേരിന് എന്തെങ്കിലും പറ്റുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരിക്കലും അത്രയും ഫുള്ളായിട്ട് കളയാൻ ഞാൻ പറയട്ടോ. കുറച്ച് മണ്ണ് നമ്മൾ അതിൽ നിന്ന് ഒന്ന് അടർത്തി നന്നായിട്ട് കളയുക. എന്നിട്ട് പിന്നെ നമ്മളിത് പ്ലാന്റ് റീപോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പ്ലാന്റ് റീപോർട്ട് ചെയ്യുമ്പോൾ വെറും മണ്ണ്, ഒരു വളവും ഒന്നും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത മണ്ണ് ഒരു കവറിൽ, നമ്മുടെ ചെറിയ ഗ്രോ ബാഗിൻ്റെ കവർ, ചെറുതല്ല കേട്ടോ, ഒരുവിധം വലിപ്പമുള്ള ഒരു ഗ്രോ ബാഗിൻ്റെ കവറിലേക്ക്, ഇത്രയൊക്കെ വലിപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതിൻ്റെ വേറൊരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. എങ്ങനെയായാലും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. എന്നിട്ട് അതിൽ വെറും മണ്ണ് മാത്രം ഇട്ടിട്ട് നമ്മുടെ പ്ലാന്റ് നട്ടിട്ട് ഞാൻ ഇത്തിരി ഷെയ്ഡുള്ള ഏരിയയിൽ വെച്ചു. അന്നേരം കുറച്ച് സാഫ് കലക്കിയ വെള്ളം കൂടെ നമ്മളൊന്ന് ഒഴിച്ചും കൊടുത്തു. സാഫ് അല്ലെങ്കിൽ സ്യൂഡോമോണസ് കേട്ടോ. അതൊരു ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ കൊടുത്താൽ, 2 ഗ്ലാസ് വെള്ളമൊക്കെ മാക്സിമം, ഈ മഴക്കാലത്ത് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പം അതങ്ങനെ വെച്ചു. പുതിയ തലപ്പും കാര്യങ്ങളും എല്ലാം വന്ന് ആദ്യത്തെ ട്രിപ്പ് മൊട്ടൊക്കെ വന്ന് തുടങ്ങി, പൂവൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ കവറ് പൊട്ടിച്ചു. എന്നിട്ട് നമ്മൾ പുതിയ കൊടുത്ത മണ്ണുണ്ടല്ലോ അത് കളഞ്ഞില്ല, എന്നിട്ട് വളവും ചേർത്തിട്ട് മാറ്റി നട്ടു.